നമസ്കാരം, ഏവർക്കും PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഏതാണ് നോക്കുന്നത്? കേരളത്തിലെ ചുരങ്ങൾ. അപ്പോൾ കേരളത്തിലെ ചുരങ്ങൾ, പാലക്കാട് ചുരം എവിടെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? പാലക്കാടും കോയമ്പത്തൂരും. അപ്പം പാലക്കാടും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്നറിയപ്പെടുന്നത്? പാലക്കാട് ചുരം. അടുത്തത് ബോഡി നായ്ക്കന്നൂർ ചുരം. ഏതാണ്? ബോഡി നായ്ക്കന്നൂർ ചുരം. എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇടുക്കി, മധുര. അപ്പോൾ ഇടുക്കി മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ബോഡി നായ്ക്കന്നൂർ ചുരം. പിന്നെ ഏതാണ്? പാൽച്ചുരം. പാൽച്ചുരം വയനാട്, കണ്ണൂർ. അപ്പോൾ വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽച്ചുരം. താമരശ്ശേരി ചുരം കോഴിക്കോട്, മൈസൂർ, അതായത് വയനാട്. അപ്പോൾ താമരശ്ശേരി ചുരം എവിടെയൊക്കെയാണ്? കോഴിക്കോട്, മൈസൂർ. വയനാട് മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? താമരശ്ശേരി ചുരം. പെരിയഘട്ട് ചുരം. അപ്പോൾ ഏതാണ്? പെരിയഘട്ട് ചുരം കണ്ണൂർ ടു മാനന്തവാടി ടു മൈസൂരാണേ. അപ്പോൾ പെരിയഘട്ട് ചുരം എവിടെയാണ്? മാനന്തവാടി ടു മൈസൂരിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? പെരിയഘട്ട് ചുരം. പേരമ്പാടി ചുരമാണ് കൂർഗ് ടു കണ്ണൂർ. അപ്പം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്നറിയപ്പെടുന്നത്? പേരമ്പാടി ചുരം. കമ്പം ചുരം. ഏതൊക്കെയാണ്? കമ്പം ചുരം. കമ്പം എവിടെയാണ്? തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട് തൊടുപുഴ. തൊടുപുഴ നമ്മൾ എവിടെയാണ്? ഇടുക്കി. അപ്പോൾ കമ്പം ടു തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്ന്? കമ്പം ടു തൊടുപുഴയെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. ആര്യങ്കാവ് ചുരം പുനലൂർ ടു ചെങ്കോട്ട. അപ്പോൾ ആര്യങ്കാവ് ചുരം എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? പുനലൂർ ടു ചെങ്കോട്ട. കർക്കൂർ ചുരം. ഏതാ? കർക്കൂർ ചുരം കേരളം, നീലഗിരി. അപ്പോൾ കർക്കൂർ ചുരം ഏതൊക്കെയാണ്? കേരളം, നീലഗിരി. അപ്പോൾ ഒന്നുകൂടെ പറയാം. പാലക്കാട് ചുരം എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും. ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി, മധുര. അപ്പോൾ ബോഡി നായ്ക്കന്നൂർ ചുരം ഏതിനെയാണ്? ഇടുക്കി, മധുര. പാൽച്ചുരം വയനാട്, കണ്ണൂർ. പാൽച്ചുരം വയനാട്, കണ്ണൂർ. താമരശ്ശേരി ചുരം കോഴിക്കോട്, മൈസൂർ അഥവാ വയനാട്. പെരിയഘട്ട് ചുരം മാനന്തവാടി, മൈസൂർ. പേരമ്പാടി ചുരം കണ്ണൂർ, കൂർഗ്. കമ്പം ചുരം കമ്പം ടു തൊടുപുഴ. ആര്യങ്കാവ് ചുരം പുനലൂർ ടു ചെങ്കോട്ട. കർക്കൂർ ചുരം എവിടെയാണ്? കേരളം ടു നീലഗിരി. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. അപ്പം പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചുരം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. അപ്പോൾ വലിയ ചുരം എന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാട്. അപ്പം പശ്ചിമഘട്ടത്തിലെയും കേരളത്തിലെയും ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. കേരളത്തിൻ്റെ പ്രവേശന കവാടം. അപ്പം കേരളത്തിൻ്റെ പ്രവേശന കവാടമാണ് ഏത്? പാലക്കാട് ചുരം. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം. അപ്പം കേരളത്തെ ഏതുമായി ബന്ധിപ്പിക്കുന്നു? നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു. ഏതാണ്? കേരളത്തിലെയും തമിഴ്നാട്ടിൽ ഏതാണ് ബന്ധിപ്പിക്കുന്നത്? കോയമ്പത്തൂർ. അപ്പോൾ കേരളത്തെയും തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്നറിയപ്പെടുന്നത്? പാലക്കാട് ചുരം. ആകെ വീതി 30 മുതൽ 40 കിലോമീറ്റർ, അതല്ലെങ്കിൽ 41 കിലോമീറ്റർ വരെ. അപ്പോൾ ആകെ വീതി എത്രയാണ്? 30 മുതൽ 40 കിലോമീറ്റർ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ശ്രദ്ധിച്ചോടെ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. പഴയ പേരെന്തായിരുന്നു? NH 47. അപ്പം NH 544 എവിടെ കൂടെ കടന്നു പോകുന്നത്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ്. പഴയ പേരെന്താ? NH 46. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. അപ്പം പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ഭാരതപ്പുഴ. അപ്പോൾ പാലക്കാട് ചുരം ഒന്നും കൂടെ പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. കേരളത്തിൻ്റെ പ്രവേശന കവാടം. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ആകെ വീതി 30 മുതൽ 40 കിലോമീറ്റർ വരെ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. പഴയ പേര് NH 47. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ഭാരതപ്പുഴ. അടുത്തത് വയനാട് ചുരം. വയനാടിൻ്റെ പ്രവേശന കവാടമാണ് ഏത്? താമരശ്ശേരി ചുരം. അപ്പോൾ വയനാടിൻ്റെ പ്രവേശന കവാടം ഏതാണടെ? താമരശ്ശേരി ചുരം. വയനാടിൻ്റെ കവാടം ലക്കിടി. അപ്പോൾ വയനാടിൻ്റെ പ്രവേശന കവാടം ഏതാണ്? താമരശ്ശേരി ചുരം. എന്നാൽ വയനാടിൻ്റെ കവാടം ഏതാണ്? ലക്കിടി. തിരിഞ്ഞു പോകരുതേ. വയനാടിൻ്റെ പ്രവേശന കവാടമാണ് താമരശ്ശേരി ചുരം. വയനാടിൻ്റെ കവാടം ലക്കിടി. വയനാട് ചുരം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം. അപ്പോൾ വയനാട് ചുരം എന്നറിയപ്പെടുന്ന ഏതാ? താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. തെറ്റിപ്പോകരുത്. വയനാടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വയനാടല്ലേ? അവിടെ അല്ല. പക്ഷേ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് ഏതിരിക്കുന്നത്? വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. അപ്പോൾ ഒന്നും കൂടെ പറയാം. വയനാട് ചുരം. വയനാടിൻ്റെ പ്രവേശന കവാടം താമരശ്ശേരി ചുരം. വയനാടിൻ്റെ കവാടം ലക്കിടി. വയനാട് ചുരം എന്നറിയപ്പെടുന്ന താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്.
വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. അപ്പം വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766. പഴയ പേരെന്താണ്? NH 212. അപ്പം വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766. പഴയ പേര് NH 212. അടുത്തത് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. അപ്പോൾ ആര്യങ്കാവ് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. ഏതാണ്? NH 744. പഴയ പേര് ഏതാണ്? NH 208. അപ്പോൾ ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. പഴയത് NH 208. അടുത്തത് ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. അപ്പോൾ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 85. പഴയ പേരെന്താണ്? NH 49 ആണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85. പഴയ പേര് NH 49. അടുത്തത് നാടുകാണി ചുരം. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. അപ്പം നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? മലപ്പുറം. നാടുകാണി ചുരം കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനാണ് വില്യം ക്യാമ്പയിൻ. അപ്പം നാടുകാണി ചുരം കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനാണ് വില്യം ക്യാമ്പയിൻ. തമിഴ്നാട്ടിലെ ഊട്ടി, ഗുണ്ടല്ലൂർ, കർണാടകയിലെ ഗുണ്ടൽപേട്ട, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നും മലപ്പുറത്തേക്കുള്ള ചുരമാണ് നാടുകാണി ചുരം. അപ്പോൾ എവിടേക്കാണ് നാടുകാണി ചുരം? മലപ്പുറത്ത് എവിടെത്തണം? തമിഴ്നാട്ടിലെ ഊട്ടി, ഗുണ്ടല്ലൂർ, കർണാടകയിലെ ഗുണ്ടൽപേട്ട, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള ചുരമാണ് ഏതെന്നറിയപ്പെടുന്നത്? നാടുകാണി ചുരം. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള ചുരമാണ് ആലുവാമൊഴി ചുരം. അപ്പം കേരളത്തിലെ തെക്കേറ്റത്തുള്ള ചുരം ഏതാണ്? ആലുവാമൊഴി ചുരം. ആലുവാമൊഴി ചുരത്തിൻ്റെ മറ്റൊരു പേരാണ് ആരമ്പാടി ചുരം. അപ്പം ആലുവാമൊഴി ചുരത്തിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ആരമ്പാടി ചുരം. ആരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം ടു തിരുനെൽവേലി. അപ്പോൾ ആരമ്പാടി എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? തിരുവനന്തപുരം മുതൽ തിരുനെൽവേലി. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം. അപ്പോൾ തെക്കേറ്റത്ത് ഏതെന്നാണ് നമ്മൾ പറഞ്ഞത്? ആലുവാമൊഴി ചുരം. വടക്കേറ്റത്തത് ഏതാണ്? ആലട്ടി ചുരം. ആലട്ടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കണ്ണൂർ, കാസർഗോഡ്, കർണാടക. അപ്പോൾ എവിടെയൊക്കെയാണ് ആലട്ടി ചുരം ബന്ധിപ്പിക്കുന്നത്? കണ്ണൂർ, കാസർഗോഡ്, കർണാടക. അപ്പോൾ നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. നാടുകാണി ചുരം കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ വില്യം ക്യാമ്പയിൻ. തമിഴ്നാട്ടിലെ ഊട്ടി, ഗുണ്ടല്ലൂർ, കർണാടക, ഗുണ്ടൽപേട്ട, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നും മലപ്പുറത്തേക്കുള്ള ചുരമാണ് ഏത്? നാടുകാണി ചുരം. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള ചുരമാണ് ആലുവാമൊഴി ചുരം. ആലുവാമൊഴി ചുരത്തിൻ്റെ മറ്റൊരു പേരാണ് ആരമ്പാടി ചുരം. ആരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം ടു തിരുനെൽവേലി. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള ചുരം ആലട്ടി ചുരം. ആലട്ടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കണ്ണൂർ, കാസർഗോഡ്, കർണാടക. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കേരളത്തിലെ ചുരങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.